നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശികളെ അനധികൃതമായി മമതയുടെ ഭരണകാലത്ത് ബംഗാളിൽ കുടിയേറ്റി പാർപ്പിച്ചിരുന്നതായി ഒക്കെയാണ് BJP ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്ന തൊടുന്യായമെങ്കിൽ ബംഗ്ലാദേശികളെ അവിടേക്ക് കയറ്റി എന്ന് പറയുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾക്ക് എത്രത്തോളം ശരിയുണ്ട് എന്ന ചോദ്യം പല കോണുകളിൽ ആരംഭിക്കുകയാണ്. പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി ഇപ്പോൾ കോടതി വരാന്തകളിൽ സദാസമയം കാണാവുന്ന രീതിയിലാണ്. അവർ നിരന്തരമായി പോരാട്ടത്തിലാണ്. അവർ പണ്ട് മുതലേ ഒരു തെരുവ് പോരാളി തന്നെയാണ്, ഒരു സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് തന്നെ പറയാം. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോഴും അവർ അതിനകത്ത് മാറ്റമൊന്നും കണക്കാക്കിയിട്ടില്ല. നീണ്ട 15 കൊല്ലം അവർ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു. 2011 മുതൽ 2026 വരെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി. എന്നിട്ടും അവർ ഇത്തവണ തോറ്റുപോയത് വോട്ട് ചോരിയുടെ പേരിലാണ് എന്ന് കല്യാൺ ബാനർജി അടക്കമുള്ളവർ പറയുന്നു. ഇത്തവണ ഇലക്ഷന് ചുക്കാൻ പിടിച്ച ഒരു ചലച്ചിത്ര താരം കൂടിയായിട്ടുള്ള സൈനി ഘോഷും അത്തരത്തിൽ ഒരു പ്രസ്താവന തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. തൃണമൂൽ എല്ലാ കാലത്തും പയറ്റിയ അടവ് നയങ്ങൾ ഇത്തവണ പാളിപ്പോയി എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. യുണൈറ്റ് വി സ്റ്റാൻഡ്, ഡിവൈഡ് വി ഫോൾ എന്നൊരു തത്വമുണ്ട്. ബംഗാളിൽ പണ്ട് CPIM-നെ തറപറ്റിക്കാൻ മമതാ ബാനർജി കോൺഗ്രസിൻ്റെ വലിയ സഹായം നേടിയെടുത്തിരുന്നു. കോൺഗ്രസ് അതിന് എല്ലാ രീതിയിലും കൂട്ടുനിന്നു. കോൺഗ്രസ് മമതാ ബാനർജിയുടെ കൂടെ ചേർന്ന് 2011 അവിടെ അധികാരം പങ്കിട്ടു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മമതയ്ക്ക് കോൺഗ്രസ് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ താല്പര്യം തോന്നി. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി അന്ന് സഖ്യത്തിൻ്റെ ഭാഗമാണ്. 2011 അത്തരത്തിൽ കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസം രൂപീകൃതമായി. അതിനുശേഷം UPA സർക്കാരിൻ്റെ ഭാഗമായി നിന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ കേന്ദ്രമന്ത്രിമാരെ വരെ പിൻവലിച്ചുകൊണ്ട് ബംഗാളിൽ കോൺഗ്രസിന് വേണ്ട ഞങ്ങളുടെ കൂടെ എന്നൊരു പ്രസ്താവന അഹങ്കാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ ഭാഷയായിരുന്നു. പിന്നീട് അങ്ങോട്ട് നടന്ന പശ്ചിമ ബംഗാളിലെ പല പോരാട്ടങ്ങളിലും മമതാ ബാനർജി വലിയ തോതിലുള്ള അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. അധിർ രഞ്ജൻ ചൗധരി അടക്കം കോൺഗ്രസിന്റെ പല നേതാക്കളും പറഞ്ഞിട്ടുള്ളതുമാണ്. ഇപ്പോൾ BJP നേടിയെടുത്ത ജയം വാസ്തവത്തിൽ അങ്ങനെ വരില്ലായിരുന്നു. മറ്റ് കക്ഷികളെ, പ്രത്യേകിച്ചും 2011 ഉണ്ടായിരുന്ന ആ സെനേറിയോ, അതിൻ്റെ തുടർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ. പക്ഷെ അതൊന്നുമല്ല. മമതാ ബാനർജി ഇപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലാക്കി കിടന്ന് പൊട്ടിക്കരയാൻ ശ്രമിക്കുന്നത്. ജനഹിതം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച് തൃണമൂൽ കോൺഗ്രസിനെയും ഉത്തേജിപ്പിക്കാൻ ശ്രമിച്ചാൽ മമതയ്ക്ക് ഇനിയും തിരിച്ചു വരാവുന്നതേ ഉള്ളൂ എന്ന് അധിർ രഞ്ജൻ വ്യക്തമാക്കുകയാണ്.